എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ 7ാം ക്ലാസ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെപ്റ്റംബർ മാസത്തിലെ ഈ ഓണം എക്സാമിൻ്റെ ആൻസർ കീ എക്സാം കഴിയുന്നതിനനുസരിച്ച് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പാഠഭാഗത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം നോക്കാം. ഓക്കെ, വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി? അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് നോക്കാം. ഫ്രെയിമിംഗ് പീരീഡ്, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഫ്രെയിമിംഗ് പീരീഡ് എത്രയാണ്? 2 years 11 months and 70 days. 2 വർഷം 11 മാസം 17 ദിവസമാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമയമെടുത്തത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി. അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് 9th December 1946. ഫസ്റ്റ് മീറ്റിംഗ് 9th December 1946. ഇനി ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിൻ്റെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ B.R. അംബേദ്കർ. ഡോക്ടർ B.R. അംബേദ്കർ ആണ് ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ദ ഇലക്റ്റഡ് ചെയർമാൻ ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ B.R. അംബേദ്കർ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇലക്റ്റഡ് ചെയർമാൻ. കെയിം ഇൻ ടു ഫാക്ട് 26th January 1950. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 26th January 1950. 26 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ, ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് 26th November 1949. കോൺസ്റ്റിറ്റ്യൂഷൻ അഡാപ്റ്റ് ചെയ്തതും അത് സൈൻ ചെയ്തതും 26 November 1949. അപ്പോൾ ഫ്രെയിമിംഗ് പീരീഡ് 2 years 11 months 17 days. ഫസ്റ്റ് മീറ്റിംഗ് 9th December 1946. കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ B.R. അംബേദ്കർ. ഒറിജിനൽ ചെയർമാൻ ഇലക്റ്റഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കെയിം ഇൻ ടു ഫാക്ട് 26th January 1950. ഇമ്പോർട്ടൻ്റ് ആണ് 26th January 1950. അതേപോലെ സൈൻ ചെയ്തതാണ് 26th November 1949. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് ദ റിലീജിയസ് പോളിസീസ് ഓഫ് അക്ബർ ആൻഡ് കൃഷ്ണദേവരായ. അക്ബറിൻ്റെയും കൃഷ്ണദേവരായയുടെയും റിലീജിയസ് പോളിസീസ് കമ്പയർ ചെയ്യാനാണ്. ഓൾ റിലീജിയൻസ് വെർ റേറ്റഡ് ഈക്വലി ബൈ അക്ബർ ആൻഡ് കൃഷ്ണദേവരായ. കൃഷ്ണദേവരായയുടെ കാലത്തും അക്ബറിൻ്റെ കാലത്തും എല്ലാ മതങ്ങളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്തിരുന്നു. ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് വെർ അലൗഡ് ടു ഫോളോ ദെയർ ബിലീഫ് ഫ്രീലി. അപ്പോൾ പലതരത്തിലുള്ള പല മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെയൊക്കെ അവരുടേതായിട്ടുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ രണ്ട് ഭരണങ്ങളും സമ്മതിച്ചിരുന്നു. ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് വെർ allowed to follow their beliefs freely. Both rulers have religious tolerance. During their period, people got equal justice and equal consideration, respect for diversity. ഇത്രയും കാര്യങ്ങളാണ് അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ്. ഇനി മേക്ക് എ നോട്ട് ഓൺ ട്രൈബൽ പീപ്പിൾ ഹൂ ഫേസ്ഡ് സോഷ്യൽ മാർജിനലൈസേഷൻ. അപ്പോൾ സോഷ്യൽ മാർജിനലൈസേഷൻ അനുഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ട്രൈബൽസ് ഉണ്ട്, നമ്മളതൊക്കെ ഡിസേബിൾഡ് പീപ്പിൾ ഉണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഈ ട്രൈബൽ പീപ്പിളിനെ കുറിച്ചിട്ടുള്ള പോയിന്റ് എഴുതാനാണ് പറഞ്ഞത്. ട്രൈബൽ പീപ്പിൾ ആർ ദോസ് ഹൂ ലിവ് ടുഗദർ ഇൻ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഏരിയാസ് ഹൂ ക്രിയേറ്റ് ദെയർ ഓൺ നോളജ് ആൻഡ് ലിവ് ബൈ അപ്ലൈയിങ് ദം സിൻസ് ടൈം ഇമ്മറ്റോറിയം. അതായത് ട്രൈബൽ പീപ്പിൾ എന്ന് പറയുന്നത് അവരൊരു പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയയിൽ താമസിക്കുന്നവരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള നോളേജും അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഉണ്ട്. ഓക്കെ, ട്രൈബൽ പീപ്പിൾ ആർ ദോസ് ഹൂ ലിവ് ടുഗദർ ഇൻ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഏരിയാസ്. ഹൂ ലിവ് ടുഗദർ ഇൻ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഏരിയാസ് ഹൂ ക്രിയേറ്റ് ദെയർ ഓൺ നോളേജ്. ദേ ഫോളോ ദെയർ ഓൺ വേ ഓഫ് ലൈഫ്, ആർട്ട് ആൻഡ് കൾച്ചർ. അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിത രീതി, അവരുടേതായിട്ടുള്ള കലകൾ, അവരുടേതായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങൾ, ഇതൊക്കെ അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ ജീവിക്കുന്നത്. ദേ ഫോളോ ദെയർ ഓൺ വേ ഓഫ് ലൈഫ്, ആർട്ട് ആൻഡ് കൾച്ചറൽ വാല്യൂസ്. ദ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ ഓഫ് ട്രൈബൽ പീപ്പിൾ ആർ മോർ വൈഡ്ലി accepted now than even before. The tribal people who had supreme command over the resource of their natural habitat gradually lost this control and were subsequently marginalized. അപ്പോൾ ഇവർ കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് who had supreme command over resource of their natural
ഹാബിറ്റ്. അപ്പോൾ അവരുടെ സ്ഥലത്തുള്ള ആ റിസോഴ്സിൻ്റെ ഒക്കെ ആളാരായിരുന്നു, കമാൻഡ് നേതൃത്വം ആരായിരുന്നു, അവർക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരൊക്കെ മാർജിനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ നോട്ട് അബൌട്ട് പോക്സോ ആക്ട്. പോക്സോ ആക്ടിനെ കുറിച്ച് എഴുതാനാണ്. പോക്സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം പഠിച്ചിരിക്കുക, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട്. ഇതിൻ്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട്. 2012 പോക്സോ ആക്ട് നിലവിൽ വന്നത്. ഈസ് ആൻ ആക്ട് enacted to implement the rights guaranteed by the Constitution of India, incorporating child-friendly measures without gender discrimination. അപ്പോൾ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ആക്റ്റാണ് പോക്സോ 2012. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ നിയന്ത്രിക്കാനാണ് ഈ ഒരു ആക്ട്. ദ ലോ കൺസിഡേഴ്സ് ഓൾ അണ്ടർ ദ ഏജ് ഓഫ് 18 ഹാസ് ചൈൽഡ്. 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും ചൈൽഡ് എന്നാണ് കണക്കാക്കുന്നത്. ഈ ലോല അങ്ങനെയാണ്. The law states that cases of sexual assault are to be reported under Section 19 to the Special Juvenile Police Unit or the local police. അപ്പോൾ എന്തെങ്കിലും ഒരു സെക്സ്വൽ അസാൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സെക്ഷൻ 19 പ്രകാരമാണ് അതിന് കേസ് എടുക്കുക. അത് ലോക്കൽ പോലീസിലോ അല്ലെങ്കിൽ ഇതിനായിട്ടുള്ള സ്പെഷ്യൽ ജുവനൈൽ പോലീസിലോ നമുക്ക് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം. ഓഫീസേഴ്സ് ഹാൻഡ്ലിംഗ് പോക്സോ കേസസ് വെർ നോൺ ആസ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ. ഈ ഒരു കേസ് പോക്സോ കേസ് കുട്ടികളുടെക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആ ഓഫീസേഴ്സിനെ പറയുന്നതാണ് CWPO, ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ്. The Kerala State Commission for Protection of Child Rights has set up a monitoring system, POCSO Monitoring സെൽ അണ്ടർ സെക്ഷൻ 44 ഓഫ് ദ പോക്സോ ആക്ട്. അപ്പം നമ്മുടെ കേരളത്തിൽ ഇതിനായിട്ട് തന്നെ ഒരു പോക്സോ മോണിറ്ററിംഗ് സെല്ലുണ്ട്. അത് സെക്ഷൻ 44 ആണ്. ദ ആക്ട് എൻഷുവേഴ്സ് സിവിയർ പണിഷ്മെൻറ്റ് ടു എനിവൺ ഹൂ ഇൻഡൾജസ് ഇൻ പോക്സോ ഒഫൻസ്. അപ്പം ഈ പോക്സോ ഒഫൻസിൽ പെട്ട ആൾക്കാർക്ക് നല്ല പണിഷ്മെൻറ്റ് തന്നെ ഈ നിയമം ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇനി അടുത്ത ലോ നോക്കാം. ഫൈൻഡ് ഔട്ട് വിച്ച് ലോസ് ആൻഡ് ആർട്ടിക്കിൾസ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ അഗേൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, എക്സ്പാൻഡ് ദ ലിസ്റ്റ്. അപ്പോൾ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതീയമായ വേർതിരിവിനെതിരെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ നിയമങ്ങൾ ചിലപ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ആർട്ടിക്കിൾ 14 and 15 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒന്നാമത്തേത് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15. അപ്പോൾ ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യതയാണ് ഉറപ്പുവരുത്തുന്നത്. ആർട്ടിക്കിൾ 14. ഓക്കെ. ആർട്ടിക്കിൾ 15 പറയുന്നത് മതം, വംശം, ജാതി, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിലൊന്നും ഒരു വിവേചനവും പാടില്ല. പിന്നെ അടുത്തത് ആർട്ടിക്കിൾ 17 ആണ്. ഓക്കെ. പിന്നെ വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 1955, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989. അപ്പോൾ നമുക്ക് ഇത്രയും നിയമങ്ങളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ആർട്ടിക്കിൾ 14, 15, 17, പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്, പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. ഇത്രയും ആക്റ്റാണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെയായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുള്ളത്. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ കോസസ് ഓഫ് മാർജിനലൈസേഷൻ? മാർജിനലൈസേഷന് കാരണം എന്താണ്? മാർജിനലൈസേഷൻ ടേക്കൻ പ്ലേസ് ബൈ ദ ലോസ് ഓഫ് അസെറ്റ്സ്. അപ്പോൾ നമ്മുടെ അസെറ്റ്സ്, നമ്മുടെ ആസ്തികളിൽ നമുക്കുണ്ടായ സമ്പാദ്യങ്ങളുടെ നഷ്ടം, അതെങ്ങനെയൊക്കെ ആവാം? ഡ്യൂ ടു നാച്ചുറൽ ഓർ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ആയിട്ടുണ്ടാക്കിയ ദുരന്തങ്ങളാവാം, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ മൂലം നമ്മുടെ സമ്പത്ത് ഇല്ലാതാകുന്ന അവസ്ഥ, അത് ഒരു കാരണമാണ്. മാർജിനൈസേഷൻ ടേക്ക് പ്ലേസ് ബൈ ദ ലോസ് ഓഫ് അസെറ്റ്സ് കോസ്റ്റ് ഡ്യൂ ടു നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. പിന്നെ വരുന്നത് മാർജിനൈസേഷൻ ഒക്കേഴ്സ് ത്രൂ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സച്ച് എസ് ഫ്ലഡ്, എർത്ത്ക്വേക്സ്, ലാൻഡ് സ്ലൈഡ്, സീ എറോഷൻ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് സച്ച് എസ് വാർ, ഇൻസിഡൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ. അപ്പോൾ ഇവിടെ നാച്ചുറൽ എന്ന് പറഞ്ഞതിൽ നമുക്ക് എന്തൊക്കെ പറയാം? ഫ്ലഡ് പറയാം, എർത്ത്ക്വേക്ക് പറയാം, ലാൻഡ് സ്ലൈഡ് പറയാം, സീ എറോഷൻ പറയാം. മാൻമെയ്ഡിൽ നമുക്ക് എന്ത് പറയാം? വാർ, ആക്സിഡൻറ്റ്, ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ്. ഓക്കെ.
Marginalization occurs through the intentional exclusion of the people based on their caste, religion, tribe, gender, status. അപ്പോൾ മാർജിനലൈസേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇൻറ്റൻഷണൽ, അറിഞ്ഞുകൊണ്ടുള്ള ഒഴിവാക്കൽ, ഇൻറ്റൻഷണൽ എക്സ്ക്ലൂഷൻ ഓഫ് ദ പീപ്പിൾ, അറിഞ്ഞുകൊണ്ടുള്ള ആൾക്കാരെ ഒഴിവാക്കുക അല്ലേ? ഏതിൻ്റെ ബേസിൽ? കാസ്റ്റ്, റിലീജിയൻ, ട്രൈബ്, ജെൻഡർ, സ്റ്റാറ്റസ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നെയിം ദ മെയിൻ റൂളേഴ്സ് ഡ്യൂറിങ് മുഗൾ പീരീഡ്. മുഗൾ പീരീഡിലെ മെയിൻ റൂളേഴ്സ് നമുക്കൊന്ന് ഓർഡറിൽ നോക്കാം. ഇങ്ങനെ ഓർഡറിലാക്കിയിട്ടൊക്കെ ചിലപ്പം വരും, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക. ബാബറാണ് ആദ്യമായിട്ട് മുഗൾ ഭരണ സ്ഥാപകൻ അല്ലേ? ബാബർ ഇബ്രാഹിം ലോധിയുമായി ഏറ്റുമുട്ടി. ആ യുദ്ധത്തിൻ്റെ പേരൊക്കെ അറിയാലോ, ഒന്നാം പാനിപ്പറ്റ് യുദ്ധം അല്ലേ? അതാണ് ഫസ്റ്റ് വൺ. ബാബറാണ് 1526 മുഗൾ വംശം സ്ഥാപിച്ചത്. 1530 വരെ അങ്ങനെ ബാബർ ഭരിച്ചു. പിന്നെ വന്നത് ഹുമയൂണാണ്. 1530, 1540, അതേപോലെ 1556 വരെ ഹുമയൂൺ ഭരിച്ചു. ബാബർ, ഹുമയൂൺ, പിന്നെ അക്ബർ 1556 മുതൽ 605 വരെ. പിന്നെ ജഹാംഗീർ 600 മുതൽ 627 വരെ. ഷാജഹാൻ 628 മുതൽ 658 വരെ. ഔറംഗസേബ് 658 മുതൽ 1707 വരെ. അപ്പം ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്, BHA, അല്ലേ? അങ്ങനെ എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടാക്കി അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി നമുക്ക് അടുത്തത് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്തായാലും ആക്ടിവിറ്റീൻ്റെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ഉണ്ടായാൽ അതിലൊരു സബ് ക്വസ്റ്റ്യൻ വൺ വേർഡ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് പരിചയപ്പെടാം. ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്റ്റ് ഓഫ് ഓൾ റിലീജിയൻസ് അക്ബർ ക്രിയേറ്റഡ്. അപ്പോൾ അക്ബർ ഉണ്ടാക്കിയ ആ മതത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. എന്താണ്? ദിൻ ഹിലാഹി എന്നാണ്. അതിൻ്റെ വിഷൻ എന്തായിരുന്നു? ദ കോർ ഓഫ് ദ വിഷൻ ദിൻ ഹിലാഹിയുടെ ആ വിഷൻ എന്തായിരുന്നു? പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം. അപ്പോൾ ദിൻ ഹിലാഹി ആരുണ്ടാക്കിയതാണ്? അക്ബർ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ മോട്ടോ എന്തായിരുന്നു? പീസ് ടു ഓൾ, പീസ് ടു ഓൾ. ഹു അബോളിഷ്ഡ് ദ റിലീജിയസ് ടാക്സ് കോൾഡ് ജസിയ എന്ന ടാക്സ്, അതായത് മതനികുതി. ഒരു പ്രത്യേക മതത്തിലുള്ളവർക്ക് ഒരു നികുതി ഏർപ്പെടുത്തിയിരുന്നു പണ്ടുള്ള അക്ബറിന് മുമ്പേ ഉള്ള ഭരണകർത്താക്കൾ. അത് അക്ബർ നിർത്തലാക്കി. അപ്പോൾ ഹൂ അബോളിഷ്ഡ് ദ റിലീജിയസ് ടാക്സ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? അക്ബറിൻ്റെ പേരെഴുതാം. ഹൂ were the prominent among those who held high position in the royal court of Emperor Akbar. അപ്പോൾ അക്ബറിൻ്റെ കോർട്ടിൽ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഹൈ പൊസിഷനിൽ നിന്ന ആൾക്കാരുണ്ടായിരുന്നു. രാജ തോഡർമാൻ, രാജ മാൻസിംഗ്, രാജ ഭഗവാൻ ദാസ് ആൻഡ് ബീർബൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ 7ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഒരു ലൈക്ക്, ഒരു ഫയർ ഇമേജ് ഒക്കെ ഇടാം. താങ്ക് യു.